നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി മറ്റൊരാളെ സ്നേഹിക്കുന്നത് കാണുന്നത് ഈ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ്. നിരന്തരം പരിശ്രമിക്കുന്നവർ മാത്രമേ ഏതു രംഗത്തും വിജയിക്കാറുള്ളൂ. പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ആന്തരിക ശക്തിയെ കണ്ടെത്തുവാനും ഉണർത്തുവാനും നിമിത്തങ്ങൾ മാത്രമാണ്. എവിടെ പ്രതീക്ഷയും പ്രയത്നവുമുണ്ടോ അവിടെ വിജയം സുനിശ്ചിതമാണ്. ഓർക്കുക, നിങ്ങളെ ജയിക്കുവാനും തോൽപ്പിക്കുവാനും കഴിവുള്ള ഒരാളെ ഈ ലോകത്തുള്ളൂ. അത് നിങ്ങൾ തന്നെയാണ്. വിജയം നേടുവാൻ ഏറ്റവും ആവശ്യമായി വേണ്ടത് വിജയിക്കണമെന്ന തീവ്രമായ ആഗ്രഹം തന്നെയാണ്. ആ തീവ്രമായ ആഗ്രഹമാണ് വിജയത്തിലുള്ള ഊർജം നൽകുന്നത്. ആഗ്രഹം എപ്പോഴും നമ്മുടെ മനസ്സിൽ എരിഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങളുടെ നോവുകൾ സത്യസന്ധമാണെങ്കിൽ കാലം അതിനു പകരം ചോദിക്കാതെ കടന്നു പോകില്ല. അതു കാണുവാനുള്ള അവസരവും നിങ്ങൾക്കുണ്ടാകും. തെറ്റുകൾ നിങ്ങളുടെ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു. അനുഭവങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ കുറയ്ക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ വിജയത്തിൽ നിന്നും പഠിക്കാൻ തുടങ്ങും. നിങ്ങളുടെ മനസ്സിൽ ഭയത്തോടെ സഞ്ചരിക്കരുത്. സ്വപ്നങ്ങളായിരിക്കണം നിങ്ങളുടെ ഹൃദയത്തെ നയിക്കേണ്ടത്. എന്തിനേയും ഭയമില്ലാതെ നേടുക. കാരണം നമ്മുടെ പേടിയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം. എത്ര വലിയ പ്രശ്നത്തിൽ പെട്ടാലും മനഃശക്തി കൈവിടാതിരിക്കുക. കാരണം പ്രശ്നങ്ങളുടെ ശക്തിയേക്കാൾ മനസ്സിന്റെ ശക്തിയില്ലായ്മയാണ് നമ്മെ തളർത്തുക. നമുക്ക് വിലയില്ലാത്ത ഇടങ്ങൾ നമ്മുടേതല്ലാത്ത ഇടങ്ങളാണ്. അത്തരം ഇടങ്ങൾ ധീരമായി ഉപേക്ഷിക്കുക. അന്തസ്സായി ജീവിക്കുക. ആരുടെയും മുന്നിൽ വ്യക്തിത്വം അടിയറവ് വയ്ക്കരുത്. നമ്മുടെ വ്യക്തിത്വം മാനിക്കുന്നവരെ തിരഞ്ഞെടുക്കുവാൻ കഴിയണം. സ്നേഹം മറ്റെന്തിനേക്കാളും വ്യത്യസ്തമാണ്. കാരണം ഒരാളെ സന്തോഷിപ്പിക്കാനും അതിനേക്കാൾ സങ്കടപ്പെടുത്തുവാനും സ്നേഹത്തിനേ കഴിയൂ. അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെ ഉണ്ടാകും, മനസ്സിലാക്കിയവർ അപൂർവം. നമ്മൾ വിജയിക്കുകയാണെങ്കിൽ യഥാർത്ഥ ശത്രുക്കളെയും വ്യാജ സുഹൃത്തുക്കളെയും സമ്പാദിക്കും. എന്തു തന്നെയാണെങ്കിലും വിജയിക്കുക. ഏതു നേരവും നമ്മൾ ഒരു വ്യക്തിയെ വിലയിരുത്തിക്കൊണ്ടിരുന്നാൽ അവരെ സ്നേഹിക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്കോ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ആരുമില്ലെങ്കിൽ ആ ജീവിതം അർത്ഥശൂന്യമാണ്. ഒരു സ്ത്രീയെ സത്യസന്ധമായി സ്നേഹിക്കുന്ന പുരുഷൻ അവളുടെ ചെറിയ കാര്യങ്ങൾ വരെ അറിയാൻ താല്പര്യം കാണിക്കും. കിട്ടാത്തതിന്റെ പിന്നാലെ പോയാൽ അത് അകന്നു പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് അനിവാര്യമായത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാം തികഞ്ഞവരായി ആരുമില്ല. പോരായ്മകൾ മനുഷ്യ സഹജമാണ്. പക്ഷേ ആ പോരായ്മകൾ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ വിമർശിക്കുകയല്ല ചെയ്യേണ്ടത്. അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും അതിനെ വിലയിരുത്താനെങ്കിലും ശ്രമിക്കുക. പ്രതികൂല സാഹചര്യത്തിലും സ്നേഹത്തിന്റെ ഒഴുക്കിന് തടസ്സമില്ലെങ്കിൽ അതാണ് യഥാർത്ഥ സ്നേഹം. അഹങ്കാരവും അഹംഭാവവുമുള്ള മനുഷ്യർ ഒരിക്കലും മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിച്ചു കൊടുക്കില്ല. നന്മയുള്ള മനസ്സിനെ മറ്റുള്ളവരുടെ ആ കഴിവിനെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കഴിയുകയുള്ളൂ. ധാരാളം പ്രതികൂല ചിന്തകൾ നമുക്കുണ്ടായേക്കാം. അവയെ നമ്മുടെ മനസ്സിൽ വേരുപിടിക്കാൻ അനുവദിക്കാതെ മറക്കാൻ ശീലിക്കുക. ലോകത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ജീവിതവും സമയവും. ജീവിതം സമയം നന്നായി ഉപയോഗിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. സമയം നമ്മെ ജീവിതത്തിന്റെ മൂല്യം പഠിപ്പിക്കുന്നു. മനുഷ്യൻ രണ്ടു കാര്യങ്ങളിൽ നിസ്സഹായനാവുന്നു. ഒന്ന് ദുഃഖം വിൽക്കാൻ സാധിക്കുന്നില്ല, മറ്റൊന്ന് സന്തോഷം വാങ്ങാൻ സാധിക്കുന്നില്ല. മറ്റുള്ളവരുടെ തെറ്റും മനസ്സിനേറ്റ മുറിവുകളും വെറുപ്പും പ്രതികാരവും ഒക്കെ ചിന്തിച്ചിരുന്നാൽ ഭംഗിയായി ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. ഒരിക്കലും സന്തോഷമുണ്ടാവുകയില്ല. ജീവിതത്തെ അളക്കുന്നത് നാം എടുക്കുന്ന ശ്വാസത്തിന്റെ എണ്ണം കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ശ്വാസം നിലയ്ക്കുന്ന ചില നിമിഷങ്ങൾ കൊണ്ടാണ്. ചിലരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ എത്ര ആത്മാർത്ഥത കാണിച്ചാലും അവരെ മനസ്സിലാക്കാൻ മനസ്സ് സമ്മതിക്കില്ല. ഹൃദയം നല്ലൊരു കൃഷിയിടമാണ്. അവിടെ എന്തു വേണമെങ്കിലും നേടാം.
സ്നേഹം, വെറുപ്പ്, ഭയം, പ്രത്യാശ, പ്രതികാരം, അസൂയ എല്ലാം നന്നായി വളരുകയും കായ്ക്കുകയും ചെയ്യും. എന്ത് കൊയ്തെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. കഠിനമായ വഴികൾ ഒരുപാടുണ്ടാകും, മുറിവുകൾ ഉണ്ടാകും, തളർന്നു പോയെന്നിരിക്കും. പിന്മാറാതിരിക്കുക. സമയമെടുക്കും, പക്ഷേ ലക്ഷ്യസ്ഥാനത്ത് എത്താതിരിക്കില്ല. ഞാൻ നിസ്സാരനാണ്, എനിക്കൊരു കുഴപ്പവുമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നോർക്കുക, നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത്. തർക്കങ്ങളെക്കാൾ നല്ലത് ഒഴിഞ്ഞുമാറലുകളാണ്. നിങ്ങളുടെ പിൻവാങ്ങൽ അവരുടെ വിജയമായി മറ്റുള്ളവർ കരുതട്ടെ. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ച് അവഗണിക്കാൻ പഠിച്ചു നോക്കൂ. ജീവിതം കുറെ കൂടി ഭാരമില്ലാതെ മുന്നേറും. എല്ലായ്പ്പോഴും നുണ പറയുന്ന സ്ത്രീകളെ അകറ്റി നിർത്തുക. സമൂഹം നന്നാവണമെങ്കിൽ വ്യക്തികളിൽ നിന്ന് തന്നെ തുടക്കം കുറിക്കണം. സ്വയം നന്നാവുക എന്നതാണ് നന്മയുടെ ആദ്യ പാഠം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളെ വേദനിപ്പിച്ച ഒരാളോട് പ്രതികാരം ചെയ്യണമെന്ന് കരുതുന്നുവെങ്കിൽ അവരും നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? സ്നേഹം ഒരിക്കലും ചോദിച്ചു വാങ്ങുന്നതിലൂടെ ലഭിക്കുന്നില്ല, അത് ലഭിക്കുന്നത് നൽകുന്നതിലൂടെയാണ്. ഒരു പ്രാവശ്യം ജയിക്കാനായി നിങ്ങൾ പലതവണ തോൽക്കേണ്ടി വരും. എല്ലാത്തിനും പരാതി പറഞ്ഞു നടക്കുന്നവർ വിജയം അർഹിക്കുന്നില്ല. അസാധ്യമായതിനെ സാധ്യമാക്കുന്നിടത്താണ് വിജയം. നിങ്ങളിൽ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നെ മറ്റൊന്നും ഒരു തടസ്സമല്ല. ഏതൊരാൾക്കും തുടക്കത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. എന്നാൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചാൽ ഏതൊരു ചെറിയ കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയും. മടിയുള്ള ഒരു വ്യക്തി പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും മറ്റുള്ളവർക്ക് ഒരു ഭാരമായി തീരുകയും ചെയ്യുന്നു. ചെയ്യേണ്ട കാര്യങ്ങൾ അതത് സമയങ്ങളിൽ ചെയ്തു തീർത്തില്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു ലഭിക്കാത്ത വിലപ്പെട്ട സമയമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്നോർക്കണം. നിങ്ങളുടെ ചിന്തകൾ മാറ്റുക. നിങ്ങൾ നിങ്ങളുടെ ലോകത്തെ മാറ്റും. വലിയ സ്വപ്നങ്ങൾ കാണുകയും പരാജയപ്പെടാനുള്ള ധൈര്യം നേടിയെടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ ജോലിയെ സ്നേഹിക്കുക. നിങ്ങൾ സ്ഥിരമായി നൽകുന്ന പരിശ്രമത്തിൽ നിന്നാണ് വിജയമുണ്ടാകുന്നത്. പരാജിതർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് വിജയിച്ചവർ ശീലിച്ചെടുക്കുന്നത്. വിജയിക്കാൻ തീരുമാനിച്ചവർ ഒരിക്കലും പരാജയത്തെ ഭയപ്പെടുന്നില്ല. പ്രശ്നങ്ങളിൽ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. കാരണം സ്വയം തിരിച്ചറിയുവാനും ഉയർന്നു വരുവാനും നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെയും നമ്മോടൊപ്പം നിൽക്കുന്നവരെയും കണ്ടെത്താൻ കഴിയുക. ജീവിതത്തെ ഒരു ഓട്ട മത്സരത്തിനോട് ഉപമിക്കാം. പക്ഷേ വിജയിയാകുന്നത് ആദ്യം ഓടിയെത്തുന്നവരല്ല, അവസാനം വരെ ഓടുന്നവരാണ്. ഇരുട്ടിലും വെളിച്ചത്തിലും ഒരാളാകാൻ കഴിയുന്നവരാണ് അണയാത്ത വിളക്കാകുക. അല്ലാത്തവർ വിളക്കാകും, പക്ഷെ വെളിച്ചമുണ്ടാകില്ല. തുടക്കം അത് ഇന്നിൽ നിന്നാവണം. നാളെയാവുമ്പോൾ വീണ്ടും അത് നാളത്തേക്ക് മാറ്റപ്പെടും. ഒരു കാര്യം നടക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ മുൻപിൽ കാണുന്നതെല്ലാം സാധ്യതകളായിരിക്കും. മറിച്ചാണെങ്കിൽ എല്ലാം തടസ്സങ്ങളും. ചതിക്കുന്ന സ്ത്രീകളെ 2 കാര്യങ്ങളിലൂടെ തിരിച്ചറിയാൻ കഴിയും. നിങ്ങൾക്ക് വളരെ നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങളിൽ അവൾ കരയും. നിങ്ങൾക്ക് വളരെ നിസ്സാര പരിക്കു പറ്റിയാൽ വിശ്വസിക്കാനാവാത്ത വിധം ആശങ്ക പ്രകടിപ്പിക്കും. അറിഞ്ഞുകൊണ്ട് ആരും തെറ്റിലേക്ക് എടുത്തു ചാടില്ല. പക്ഷെ അറിയാതെ തെറ്റ് പറ്റിയെന്ന് തോന്നിയാൽ ആ തെറ്റ് തിരുത്താതിരിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യാത്തവർ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തവരെക്കാൾ കുറ്റക്കാരായി മാറും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആഗ്രഹിക്കാം, പക്ഷേ കിട്ടണമെന്ന് വാശി പിടിക്കരുത്. ആരെയും സ്നേഹിക്കാം, പക്ഷെ തിരിച്ചവർ സ്നേഹിക്കണമെന്ന് പ്രതീക്ഷിക്കരുത്. കരയാം, നമ്മുടെ സങ്കടങ്ങൾ തീരുവാൻ വേണ്ടി മാത്രം. ചിരിക്കാം, നമുക്ക് സന്തോഷമുണ്ടാകുമ്പോൾ മാത്രം. എന്നാൽ ഒരിക്കലും മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുകയോ അവരുടെ വീഴ്ചയിൽ സന്തോഷിക്കുകയോ ചെയ്യരുത്. പ്രതീക്ഷിച്ചതൊന്നും നടക്കാത്തതിൽ വിഷമിക്കരുത്,
പകരം സന്തോഷിക്കുക. നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചത് ദൈവം നിങ്ങൾക്കായി കാത്തുവച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ ജീവിതമാണ്. കാത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാതെ ഓരോ ദിവസവും നമ്മൾ സഞ്ചരിക്കുന്നു. ഇന്നലെ വരെ എന്തു ചെയ്തു, എങ്ങനെയായിരുന്നു എന്നതല്ല, ഇന്ന് ഈ നിമിഷം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനം. ചെയ്ത തെറ്റുകൾ തിരുത്തുവാനോ പശ്ചാത്താപം ചെയ്യുവാനോ ഈ നിമിഷത്തിൽ കഴിയുമെങ്കിൽ എത്രയും വേഗം അങ്ങനെ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ വഴങ്ങാതിരിക്കുക. നിങ്ങളുടെ ശരികൾ തെളിയിക്കാൻ തീർച്ചയായും ജീവിതം ഒരു അവസരം തരും. വിനയമുള്ള വ്യക്തി ഒരിക്കലും ഒരു അഹങ്കാരിയായിരിക്കില്ല. ജീവിത സാക്ഷാത്കാരത്തിന്റെ യഥാർത്ഥ ലക്ഷണമാണ് വിനയം. ജീവിതത്തിൽ ഒരിക്കൽ അഭിനയിച്ചു തുടങ്ങിയാൽ പിന്നീട് അങ്ങോട്ട് ജീവിത അവസാനം വരെ അഭിനയം മാത്രമാകും കൈമുതൽ. ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതാണ്. ബന്ധങ്ങൾ എന്നും മുതൽക്കൂട്ടായി സൂക്ഷിക്കുക. അവ നഷ്ടമായാൽ ജീവിതത്തിൽ മടുപ്പ് തോന്നി തുടങ്ങും. മനുഷ്യരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ ബന്ധങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വർഷവും പുതിയ സുഹൃത്തുക്കളെ ലഭിച്ചേക്കാം. എന്നാൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ബാല്യകാല സൗഹൃദങ്ങൾക്ക് പകരമായി മറ്റൊന്നും ഉണ്ടാകില്ല. ചിലരോട് നമ്മൾ കാണിക്കുന്ന അമിത സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യം തന്നെയാവാം ചിലപ്പോൾ അവർ നമ്മെ സംശയത്തോടെ വലിച്ചെറിയുവാനുള്ള കാരണമാകുന്നത്. ജീവിതം വളരെ ചെറുതാണ്. നിങ്ങളുടെ മനസ്സിന്റെ മുറിവുകൾക്കുള്ള മരുന്ന് സ്നേഹവും ക്ഷമയുമാണ്. ആ മരുന്ന് നൽകാൻ കഴിയുന്ന വൈദ്യൻ നിങ്ങൾ മാത്രമാണ്. ഒരു കുട്ടിക്ക് ഒരു മുതിർന്ന വ്യക്തിയെ 2 കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. 1, ഒരു കാരണവുമില്ലാതെ സന്തുഷ്ടനാക്കുക. 2, എപ്പോഴും എന്തെങ്കിലും തിരക്കിലായിരിക്കുക. ഒരു പുരുഷൻ സ്ത്രീയെ എപ്പോഴും ഓർക്കുന്നത് അവൾ അത്രമേൽ പ്രിയപ്പെട്ടതായതുകൊണ്ടാണ്. നിരന്തരം പരിശ്രമിക്കുന്നവർ മാത്രമേ ഏതു രംഗത്തും വിജയിക്കാറുള്ളൂ. പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ആന്തരിക ശക്തിയെ കണ്ടെത്താനും ഉണർത്താനുമുള്ള നിമിത്തങ്ങൾ മാത്രമാണ്. എവിടെ പ്രതീക്ഷയും പ്രയത്നവും ഉണ്ടോ അവിടെ വിജയം സുനിശ്ചിതമാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ അതുതന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാം. സംഭവിച്ച തെറ്റുകൾ തിരുത്തുവാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. ലഭിക്കുന്ന എല്ലാ അവസരങ്ങളിലും ബുദ്ധിമുട്ടുകൾ മാത്രം കാണുന്നവർക്ക് അവസരങ്ങളെ അനുകൂലമായി പ്രയോജനപ്പെടുത്തുവാൻ കഴിയില്ല. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു. പക്ഷെ പലപ്പോഴും നിങ്ങൾ അടച്ച വാതിലിലേക്ക് നോക്കി സമയം കളയും. നിങ്ങൾക്കായി തുറന്ന വാതിൽ കാണുകയുമില്ല. എല്ലാം ശരിയാവും എന്ന ഒറ്റ വാക്കിന്റെ ബലത്തിനാണ് നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നത്. നഷ്ടത്തിൽ ശ്രദ്ധയൂന്നിയാൽ ദുഃഖിച്ചിരിക്കാം. എന്നാൽ പാഠത്തിൽ ശ്രദ്ധയൂന്നിയാലോ നിങ്ങൾക്ക് വളരാം. ആദ്യം ക്ഷമ ചോദിക്കുന്നവനാണ് ഏറ്റവും ധീരൻ. ആദ്യം ക്ഷമിക്കുന്നവനാണ് ഏറ്റവും ശക്തൻ. ആദ്യം മറക്കുന്നവനാണ് ഏറ്റവും സന്തുഷ്ടൻ. ആർക്കും തിരികെ പോയി പുതിയൊരു തുടക്കം കുറിക്കാൻ കഴിയില്ലെങ്കിലും ഇപ്പോൾ മുതൽ പ്രയത്നിച്ച് നല്ലൊരു അവസാനം രൂപപ്പെടുത്താൻ കഴിയും. നമ്മൾ മാറാൻ ശ്രമിച്ചാൽ നേടാൻ ഒരുപാടുണ്ട്. ആഗ്രഹിച്ചതിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തുക. നമുക്ക് മാറാനും നേടാനും കഴിയുമെന്നത് തീർച്ചയായ ഒരു കാര്യമാണ്. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷവും സങ്കടവും നഷ്ടവും നേട്ടവും ഒന്നും സ്ഥിരമാവണമെന്നില്ല. എല്ലാം മാറി മാറി വരുന്നു. നമ്മുടെ ജീവിതത്തിൽ ശരിയെന്ന് തോന്നുന്ന തീരുമാനങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുക്കുക. മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടി ആവരുത് നമ്മുടെ ജീവിതം. സ്വന്തം തെറ്റുകളെ ശരികളായി സ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകുന്നവരുണ്ട്. ഒരുപക്ഷെ അവർക്കതിൽ വിജയിക്കാനും കഴിയും. അങ്ങനെ നേടുന്ന ശരികൾക്കും വിജയങ്ങൾക്കും പിന്നിൽ നിഷ്കളങ്കരായ മനുഷ്യരുടെ കണ്ണുനീരുണ്ടാകും. ഒരു ദുരന്തം സംഭവിച്ചതിൽ കരയരുത്. പകരം അത് അവസാനിച്ചതിൽ ആശ്വസിച്ച് പുഞ്ചിരിക്കുക. നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ വിചാരിച്ചാലും നിങ്ങൾക്ക് കഴിയില്ലെന്ന് നിങ്ങൾ വിചാരിച്ചാലും നിങ്ങളുടെ ചിന്തകൾ ശരിയാണ്. ചിന്തയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. പരാജയങ്ങളെ സാധാരണ സംഭവങ്ങളായി കണക്കാക്കി അടിപതറാതെ ശുഭപ്രതീക്ഷകളുമായി ജീവിതത്തെ നേരിടുക.
നിങ്ങളെ എപ്പോഴും ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സൗഹൃദവും സ്നേഹവുമാണ്. ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആത്മവിശ്വാസം കൈവിടാതെ പ്രവർത്തിച്ചാൽ അവിശ്വസനീയം എന്ന് നമ്മൾ കരുതുന്നത് പോലും നമ്മിൽ എത്തിച്ചേരും എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.